സുപ്രധാനമായ ലൈലത്തുൽ ഖദർ അടങ്ങുന്ന ദിനരാത്രങ്ങളുള്ള അവസാന പത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആയുസ്സും ആരോഗ്യവും ക്ഷീണമില്ലാത്ത മനസ്സുമായി റബ്ബിന് ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖിന് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ, ജാബിർ ബിൻ സുലൈം അൽ ജുഹമി എന്ന് പറയുന്ന സ്വഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഔസീനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ എന്നെ ഒന്ന് ഉപദേശിക്കണം. അദ്ദേഹത്തിന്റെ വസ്ത്രവും ആ വസ്ത്രത്തിന്റെ ഒരു മേൽ ബുറുദയും മേലിൽ ഒരു പുതപ്പും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രം അദ്ദേഹത്തിന്റെ നിര്യാണി വിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നീ നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. വലൗ അൻ തഖറാ ഫീ ദൽബി, ഒരാൾക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എങ്കിലും നിന്റെ സഹോദരനോട് നീ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുകയാണ് എങ്കിലും നീ അതിനെ ഒന്നും നിസ്സാരമായി കാണരുത്. നീ സൂക്ഷിക്കുക, ഇസ്ബാലുൽ ഇസാർ, വസ്ത്രം നിലത്തു പോകുന്നതിനെ, അത് വലിച്ചേക്കുന്നതിനെ നീ സൂക്ഷിക്കുകയും ചെയ്യുക. കാരണം ഫഇന്ന ഇസ്ബാലുൽ ഇസാരി മിൻ മഖീല, അതൊരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. അള്ളാഹു ആ അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന ആ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഉപദേശം, ഒന്നിനെയും നിസ്സാരമായി കാണരുത് എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ ഒരു ഉപദേശം നൽകുകയാണ്. സ്വഹാബത്ത്, ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിറകുകളൊന്നും കാണുന്നില്ല എന്ന് പരാതിപ്പെട്ടപ്പോ, നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് നോക്ക്, ഈ ചെറിയ പുല്ലിന്റെ വേരുകളൊക്കെ ഉണ്ടാകും, അതെല്ലാം കൂടി ശേഖരിച്ചു വരും. അങ്ങനെ ആ ശേഖരിച്ചു വന്നിട്ടുള്ളത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാനും അതിലേറെയും വിറകുകൾ അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, അതുപോലെയാണ് നമ്മുടെ സയ്യിആത്തുകളും നമ്മുടെ സ്വാലിഹാത്തുകളും, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ആ രൂപത്തിലാണ്. നമ്മൾ നിസാരമായിട്ട് നമ്മൾ കാണാത്ത കാര്യങ്ങൾ അതിങ്ങനെ ശേഖരിച്ചു വെക്കുന്ന സമയത്ത് അത് നമുക്ക് ധാരാളമായിട്ട് അനുഭവപ്പെടും. വെറുതെ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ പൈപ്പ് തുറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് എടുത്ത് അതിന്റെ അടിയിലേക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞിട്ടുണ്ടാകും. നമ്മളൊന്ന് ബോധപൂർവം നമ്മുടെ കറണ്ടും ഫാനും കാര്യങ്ങളും ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ വെറുതെ പാഴായി പോകുന്ന ചില സംഗതികളാണ്. ഒരു ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ആ വിഷയത്തിലുണ്ട് എങ്കിൽ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുലഖിൻ, നിന്റെ സഹോദരനെ ഒരു പുഞ്ചിരിയോടുകൂടി ഹസ്തദാനത്തോടുകൂടി അഭിമുഖീകരിക്കുന്നത് പോലും, ഒരാളെ നിന്റെ വാഹനത്തിന്റെ പിന്നിൽ കയറ്റുന്നത്, അതിനെയും നീ നിസ്സാരമായി കാണണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയിൽ നിന്നൊരു ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുന്നത്, വഴിയിൽ ആളുകൾക്ക് പ്രയാസമാകുന്ന ഒരു മരമുണ്ടായിരുന്നപ്പോ അതിന്റെ ചെല്ലിക്കൊമ്പുകൾ വെട്ടിക്കൊടുത്തുകൊണ്ട് ആ സൽക്കർമ്മം ചെയ്ത പ്രവർത്തനത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്ലാഘനീയമായി കൊണ്ട് ഒരു പുണ്യപ്രവർത്തനമായിട്ട് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിസ്സാരമായി നമ്മൾ കരുതുന്ന പ്രവാചകന്റെ സന്നിധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മസ്ജിദ് നബവി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇംറഅത്തുൻ സൗദ, ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നു. അവര് മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വഹാബത്ത് അത് ഇത്ര കാര്യമാക്കിയില്ല. പ്രവാചകനെന്ന് അറിയിക്കാതെ രാത്രിക്ക് രാത്രി അവര് മറമാടുകയും അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തു. അവരുടെ കണ്ണുകളിൽ ആ സ്ത്രീ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവരെ കാണാതായപ്പോ ചോദിക്കുകയാണ്, നമ്മുടെ പള്ളി വൃത്തിയാക്കുന്ന പെണ്ണ് എവിടെ പോയി? അവരെന്തിനു മരിച്ചു? ഈ ലൈലത്തിൽ ബാരിഹ, കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ അവരുടെ കാര്യം പ്രവാചകരോട് പിന്നെ അതൊന്ന് അറിയിച്ചു വന്ന് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഞങ്ങളങ്ങ് ഒഴിവാക്കി. ദുല്ലനി അലാ ഖബരിഹ, അവളുടെ ഖബർ എവിടെ? നിങ്ങൾ ആ ഖബറിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറും പുറത്ത് വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിച്ചത് എന്നും നമുക്കൊരു തെളിവാണ്. നമ്മൾ മയ്യത്ത് നിസ്കാരം മറമാടലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഖബറിന്റെ പുറത്തുനിന്ന് നിസ്കരിക്കാനുള്ള തെളിവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണിൽ, സ്വഹാബത്തിന്റെ കണ്ണിൽ നിസ്സാരമായി കണ്ടിരുന്ന ആ പെണ്ണിനെയാണ് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് തെളിവായി കൊണ്ട് അവശേഷിപ്പിച്ചിട്ടുള്ളത്. റബ്ബ് അവരുടെ പ്രസക്തിയെ അള്ളാഹു ഉയർത്തുകയാണ്. അപ്പൊ നമ്മളുടെ കണ്ണുകളിൽ നിസ്സാരമായി കാണുന്നത്, നമ്മള് ചിലപ്പോ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു വലിയ പരിഗണന നമ്മൾ നൽകാറുണ്ട്. ഒരു കുടുംബത്തില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടറുടെ കാരണം എന്താണ്? അവര് പഠിച്ചിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ശരീരത്തെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള അറിവ് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് സമൂഹത്തിൽ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന അതിന്റെ ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അനാട്ടമി പഠിച്ചിട്ടുണ്ട്, വിവരമുണ്ട്, അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സമൂഹത്തിൽ ആ ഡോക്ടർമാർക്ക് സ്ഥാനമുണ്ട്. എന്നാൽ ഈ ലോകത്തിന്റെ നാഥനായ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുകയും അറിയുകയും അവന്റെ കലാമ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യകളും അവർക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഇത്ര സ്ഥാനം കൊടുക്കാറുണ്ട്. ഒരു സൃഷ്ടിയെ കുറിച്ച്, അള്ളാന്റെ സൃഷ്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നു. എന്നാൽ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമ് നൽകുകയും ചെയ്തിട്ടുള്ളതിന് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒരു നായി കയറിയിട്ടുണ്ട് എങ്കിൽ, സിറ്റൗട്ടിലെ നായി കയറിയാൽ പെണ്ണുങ്ങളൊക്കെ ഇടങ്ങറാകുന്നത് കാണാം. മണ്ണിട്ട് കഴുകണം, പിന്നെ വെള്ളടിച്ച് കഴുകണം, 6-7 പ്രാവശ്യം കഴുകണം. അങ്ങനെ അല്ലെങ്കിൽ മായ പാത്രത്തിൽ തലട്ടിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യം കഴുകണം. ഉലാബുൻ നബി ചുറാബ്. അപ്പൊ കേലുണ്ടെങ്കിലാണ് 7 പ്രാവശ്യം കഴുകേണ്ടത്, മണ്ണുകൊണ്ട് കഴുകേണ്ടത്. അല്ലാണ്ട് വന്ന് കടന്നു പോയി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതേ അങ്ങനെ കഴുകുക സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ആ രൂപത്തിൽ നമുക്ക് കഴുകാം. അവൻ ഏതായിരുന്നാലും ഒരു സാധാരണ ഒരു നായയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ അതാണ്, അത് നജസാണ്. എന്നാല് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലൂടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ജവാരികൾ, അള്ളാഹു വിവരം നൽകിയിട്ടുള്ള, അറിവ് നൽകിയിട്ടുള്ളതിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നായകൾ, പട്ടികൾ, അവര് നിങ്ങൾ കുലൂമിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പരിശുദ്ധമായത് ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു നായ, അതിന് വദക്കുർ ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് ഒരു നായനെ വേട്ടയാടാൻ വേണ്ടി വിടുകയാണ്, അല്ലെങ്കിൽ ഒരു കാവലിന് വേണ്ടി നിർത്തുകയാണ്. അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വിവരമുള്ള അറിവുള്ള പട്ടികളാണ് എങ്കിൽ അത് കടിച്ചു കൊണ്ടുവരുന്നതിനെ കുലു, നിങ്ങൾ അതിൽ നിന്ന് തിന്നുകൊള്ളുക എന്ന് അതിന്റെ നിയമമൊന്നും മാറി. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഉള്ള പട്ടികൾ അവർക്ക് വലിയ നിലവാരമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് വിവരമുണ്ട്, അറിവുണ്ട്. 4 കാലും ഒരു വാലും ഒരു ഉടലൊക്കെ തന്നെയാണ് അവർക്കുമുള്ളത് എങ്കിലും അവയുടെ നിയമം ഒന്ന് വേറെയും സാധാരണ കാവാലി പട്ടികളുടെ നിയമം ഒന്ന് വേറെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒന്ന് വിവരമുള്ള പട്ടികളാണ്, മറ്റത് വിവരമില്ലാത്തവരാണ്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അതൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയി പോയിട്ടുള്ളത്? ഒരു കാലഘട്ടത്തിൽ ആ രൂപത്തിലായിരുന്നു മുസ്ലിം ഉമ്മത്തിന്റെ. അബുൽ കലാം ആസാദ് അദ്ദേഹം തർജുമാനുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ആ ഉറുദു ഭാഷയിലേക്ക് എഴുതുന്ന സന്ദർഭത്തിൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇരുട്ടത്ത് ഇരുന്നിട്ട് ഈ വിളക്കം കത്തിച്ചിട്ട് ഈ സമയത്ത് നട്ടപ്പാതിരിക്കിരുന്ന് ഈ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഭാഷാന്തരം ചെയ്യുകയും? എനിക്കൊരു ഉമ്മത്തുണ്ട്. ആ ഉമ്മത്ത്, ആ ഒരു ജനങ്ങളുണ്ട്, അവർ ഈ വിശുദ്ധ ഖുർആനിന്റെ ആന്തരികമായി പൊരുളറിയാത്തവരാണ്, വിവരമില്ലാത്ത ആളുകളാണ്. അവരെ സമുദ്ധരിപ്പിച്ചെടുക്കണമെന്നുണ്ട് എങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയല്ലാതെ
യാതൊരു നിവൃത്തിയുമില്ല എന്നുള്ളത് കൊണ്ടാണ് തർജുമാനുൽ ഖുർആൻ ആ മക്കയിൽ നിന്ന് ഈ മക്കയിൽ നിന്ന് ഈ യുദ്ധപ്രസ്ഥത്തേക്ക് അഥവാ നമ്മുടെ നാടിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹം, ആ ദില്ലിയിലേക്ക് കടന്നു വന്നിട്ടുള്ള അദ്ദേഹം ഈ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് സജീവമാവുകയും ഇവിടെ ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒഴുകുവാനുള്ള കാരണം ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ. നമ്മൾ എല്ലാത്തിനെയും നിസാരവൽക്കരിക്കുകയാണ്, എല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട്. കാരണം ആ നിസാരവൽക്കരണം നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള വിവരം, അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോ ഒരു തീരത്ത് കൂടെ നടന്നു പോകും, തീരത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി അവിടുന്ന് ഒരു മുത്തുമണികൾ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ ആ മുത്തുമണികൾ അതൊരു ചിപ്പിയാണ് എന്ന്, അത് ലുബുലു ആണ് എന്നുള്ള തിരിച്ചറിവുള്ള ഒരു ജ്വല്ലറിക്കാരനാണ് അവളുടെ കയ്യിൽ നിന്ന് തുട്ടുകാശുകൾ കൊടുത്ത് ചിലപ്പം അവർക്ക് കൈവശപ്പെടുത്താം. ആ കളിക്കുന്ന മുത്തുമണിയുടെ വിവരം, അതിന്റെ മൂല്യം അറിയാത്തത് കൊണ്ടാണ് അവർ കളിക്കോപ്പാക്കി മാറ്റിയിട്ടുള്ളത്. എന്നാൽ അതിനെക്കുറിച്ച്, കല്ലിനെ കുറിച്ച് ധാരണയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് വാല്യൂ എന്നുള്ളതുണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച്, ഈ ദീനിനെ കുറിച്ച് അതിന്റെ ഗൗരവത്തിൽ നമ്മൾ സമീപിക്കാത്തത് കൊണ്ട് അതിന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കി ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹുവിന്റെ ദീനിൽ ഒന്നിനെയും നമുക്ക് നിസ്സാരമാക്കി, കാരണം നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം അതായിരിക്കണം ഏറ്റവും. ദുനിയാവിൽ നമുക്ക് സംഭവിക്കുന്ന ഏത് പ്രശ്നം, നമ്മളിങ്ങനെ ഈ ദുനിയാവിൽ ആവലാതി പറയുന്ന വിഷയത്തിൽ യാതൊരു മടിയും, എത്രയൊക്കെ ഉണ്ടെങ്കിലും ശരി, നമുക്കൊക്കെ ആവലാതികളാണ്, വേവലാതികളാണ്. ഒരിക്കൽ ഒരു താബിയായിട്ടുള്ള മഹാൻ, അദ്ദേഹം ഒരു മരുഭൂമിയിലൂടെ യാത്രയിലാണ്. ആ സന്ദർഭത്തിൽ ഒരു കുടിലിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. നല്ല ദിക്റുകളാണ്, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല എന്ന് പറയുന്ന ദിക്റുകളാണ് അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ദിക്റുകൾ കേൾക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ കുടിലേക്ക് അദ്ദേഹം കയറി ചെന്ന് നോക്കുന്ന സമയത്ത് ഈ ദിക്റുകൾ, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ദിക്ർ, അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് കൈയുമില്ലാത്ത, രണ്ട് കാലുമില്ലാത്ത, ഒരു ശരീരം ഒരു ഉടല് മാത്രമുണ്ട്, വേണ്ടത്ര കേൾവി ശക്തിയും കാഴ്ചയും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അള്ളാഹുവിനെ ഇത്രമാത്രം സ്തുതിക്കുന്നത്. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് റബ്ബിനെ ഇത്രമാത്രം സ്തുതിക്കാൻ? വേൾഡ് കപ്പ് ഒക്കെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആ അലൻ അതേപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കയ്യും കാലും ഒന്നും ഇല്ലാത്ത ചെറിയൊരു ഉടലുമായിട്ട് നടക്കുന്ന അങ്ങനെയുള്ള ആ ഒരു മനുഷ്യന് റബ്ബിന് ധാരാളമായി സ്തുതിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. അവ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കാനുള്ള ഒരു നല്ല നാവ് അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ലേ. അപ്പൊ റബ്ബ് തന്നിട്ടുള്ള ആ നിഅമത്തിനെ തിരിച്ചറിയുകയാണ്, അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, അവൻ ഇവിടുന്ന് പോയിട്ട് കുറെ സമയമായി, പക്ഷേ അവൻ തിരിച്ചെത്തിയിട്ടില്ല, നിങ്ങളൊന്ന് പോയിട്ടൊന്ന് അന്വേഷിച്ചു കൊണ്ടുവരുമോ? അവൻ പോയി നോക്കുന്ന സമയത്തുണ്ട്, ആ പാറകൾക്കിടയിൽ അവന്റെ ശരീരം വന്യമൃഗങ്ങൾ തിന്ന് അവൻ പാതി ഉപേക്ഷിച്ചിട്ട് അങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇനി ഈ വിവരം എങ്ങനെയാണ് ഇപ്പൊ പോയിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പറയാം? ഈ വിവരം പറയുവാണല്ലോ, ഈ കുട്ടിക്ക് എങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് ചെയ്യുക എന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനാണോ നിങ്ങൾക്കാണോ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ചിട്ടുള്ളത്? അയ്യൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു, ആ മക്കളൊക്കെ മരണപ്പെട്ടു പോയില്ലേ? ധാരാളം സമ്പത്തുണ്ടായിരുന്നു, ആ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? അദ്ദേഹത്തിനാണോ നിങ്ങൾക്കാണോ? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ച് രോഗബാധിതനായി 18 വർഷത്തോളം അദ്ദേഹം കഷ്ടപ്പെട്ട് പിന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഈ വേസ്റ്റുകൾ കൊണ്ടുവന്ന ആ കുപ്പയിൽ അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നില്ലേ? അത്തരം ഒരു പരീക്ഷണം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ? അതല്ല, അദ്ദേഹമാണോ, അയ്യൂബ് നബിയാണോ, താങ്കളാണോ പരീക്ഷണം അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് അയ്യൂബ് നബി തന്നെ. എന്നാൽ നിങ്ങളുടെ മകനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അവൻ മരണപ്പെട്ടിരിക്കുന്നു, വല്ല മൃഗവും അവനെ കൊന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവ്വ സ്തുതികളും അർപ്പിക്കുകയാണ്. അള്ളാഹുവിനോ റബ്ബിന് സ്തുതി പറയാണ്.
എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നിട്ട് പറയാണ്, എന്റെ മക്കളിൽ നിന്ന് റബ്ബിന് അനുസരണക്കേടുണ്ടാകുന്ന മക്കളെ നൽകാത്ത റബ്ബേ നിനക്ക് സർവസ്തുതിയും. കാരണം വലുതാകുന്ന സമയത്ത് മക്കൾ ഏതു കോലത്തിലാ പോകാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുതായിരുന്ന തന്നെ സമയത്ത് തന്നെ പിടിച്ച റബ്ബേ നിനക്ക് സർവസ്തുതി. ഇങ്ങനെ പറയാൻ സാധിക്കണമെന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നമുക്ക് തിരിച്ചറിയണം. അങ്ങനെ ഈ വാർത്തയും കേട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് പോലെ വന്നു. അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ ആ വഴിക്ക് 4 ആളുകൾ വരികയാണ്. ഇദ്ദേഹം ഒറ്റയ്ക്ക് എന്താക്കണം എന്നുള്ളത് അറിയാതെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് 4 ആളുകൾ ആ വഴിക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടപ്പോ ഇത് അബൂ കിലാബ അൽ ജുഹബി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള പണ്ഡിതനാണ്, ഒരു നല്ല ആബിദാണ്, ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ ഈ സന്ദർഭത്തിൽ അവർക്ക് കിട്ടിയതിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുംബിച്ചു. ഹറാമുകൾ കാണാത്ത കണ്ണുകൾ, റബ്ബിന് വേണ്ടി രാത്രി നമസ്കാരങ്ങൾ ഇബാദത്തുകളിൽ സുജൂദിൽ വീഴുന്ന ആ നെറ്റിത്തടങ്ങളിലൊക്കെ ചുംബിച്ചുകൊണ്ട് അവരുടെ ആ മയ്യത്തിന് വേണ്ടുന്ന പരിചരണങ്ങളൊക്കെ നൽകുകയാണ്. അപ്പം ഈ രൂപത്തിൽ അവരൊക്കെ അത് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഈ പൂർവികരായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകളെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹം യൂസുഫിനെ നഷ്ടപ്പെട്ടു, ബെന്യാമീനെ നഷ്ടപ്പെട്ടു. യൂസുഫിനൊക്കെ നഷ്ടപ്പെട്ട് കണ്ണുകളൊക്കെ അങ്ങ് കരഞ്ഞ് കണ്ണ് കലങ്ങിയിട്ടുണ്ട്. പിന്നെ ബെന്യാമീനെ കൂടി നഷ്ടപ്പെട്ടപ്പോ ഇങ്ങനെ ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ രൂപത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ പറയാനുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇന്നമാ അഷ്കു റബ്ബി ഇന്നമാ ബത്തി വഹുസ്നി ഇലല്ലാഹ് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു എനിക്ക് എന്റെ സങ്കടങ്ങൾ, എന്റെ ആവലാദികൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ എല്ലാം സമർപ്പിക്കുന്നത് ആർക്ക് വേണ്ടി മാത്രമാണ്? നിങ്ങളോടൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ അന്നതാരാണ് അദ്ദേഹത്തിന് മനസ്സിലായില്ല, മനുഷ്യരൂപത്തിൽ വരുന്നത്. അപ്പൊ ഇതാരാണ്? ആ സങ്കടങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. എനിക്ക് എന്റെ ഭക്തി വഹുദിനി, എന്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് പറയാനുള്ളത് എന്റെ റബ്ബിനോട് മാത്രമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന് ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്ന മറുപടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവലാദികൾ പറയാൻ, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ തിരിച്ചറിയുമ്പോൾ റബ്ബിനോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരുകയും നമ്മൾ ചെയ്യും. റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ കണ്ട് നന്ദിയുള്ളവരാകുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയുമാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളെ നശിപ്പിക്കുന്ന കാര്യം നമ്മുടെ പെരുമ നടിക്കലുകളാണ്. നമ്മൾ ഉണ്ടായിട്ടൊന്നല്ല, എല്ലാത്തിനെയും നിസാരവൽക്കരിക്കുക, എല്ലാത്തിനെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പെരുമ വലിയ സംഭവമായിട്ട് കാണും. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ഇത് പറ്റിയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമായിട്ടില്ല, അതിന്റെ പിന്നെ കേസ് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളൊക്കെ ഇപ്പൊ പ്രൈവറ്റിലേക്ക് തിരിയുന്നതാണ്. ചെറിയ എന്തെങ്കിലും ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ MRI എടുക്കണം, അതാക്കണം, ഇതാക്കണം, 100 ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഭയങ്കര സംഭവമാക്കിയിട്ട് ലക്ഷങ്ങൾ ആയിരങ്ങൾ ബില്ല് വാങ്ങുന്നതാണ് നമുക്ക് എന്തോ വലിയ അസുഖം ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നത്, എന്തോ വലിയ അസുഖമാണെന്ന് വിചാരിക്കുന്നത്. ഓർക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക, ലക്ഷങ്ങൾ ബില്ലാക്കി എടുക്കും. അപ്പൊ നമ്മള് ഭയങ്കര ഒരു സുഖടരായി മാറും, നമുക്ക് വലിയ എന്തോ ഉള്ളത് പോലെ ആയി തീരും. ആ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും ഒരു കേസായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല, അതിലേക്കാണ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്. ഒന്നുറു ഇലാമു അസ്വലമിക്കും വല തന്തുറു ഇലാമു ഫൗകക്കും വഅജിദു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. ജീവിതത്തിലെ ഈ തിന്മകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ഓരോ തിന്മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നിര്യാണിക്ക് താഴെ അല്ലെങ്കിൽ വസ്ത്രമൊന്ന് ഇറങ്ങിപ്പോയ അബൂ സുലൈം അൽ ജുഹബിയോട് പറഞ്ഞിരുന്നത് എന്താണ്? നീ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഈ തിന്മകളാണ് അത് വലിയ തിന്മകളിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. നമ്മള് ഒക്കത്തിനെയും നിസ്സാരമായി കാണും. വളരെ ഇപ്പോ ഈ പരിശുദ്ധ റമദാൻ, ഈ റമദാൻ മാസത്തെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആവുന്നത് പോലെ നന്നാക്കുക എന്നുള്ളത് മാത്രമാണ്. ആരെയും പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി സംസാരിക്കില്ല, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി സംസാരിക്കില്ല, പറയേണ്ട കാര്യങ്ങൾ പറയണില്ല. കാരണം ബനീ ഇസ്രാഈലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ബനി ഇസ്രായീൽ ലഅനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ബനി ഇസ്രായീലിന്റെയും നാവുകളാൽ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും നാവുകളാൽ ബനി ഇസ്രായേൽ ശപിക്കപ്പെടാനുണ്ടായ കാരണം ലാ യതനാഹൂന അനിൽ മുൻകർ, അവർ തിന്മകളെ അവർ നിരോധിക്കുമായിരുന്നില്ല. മാത്രമല്ല പിന്നെ അവരോട് കൂടെ ചേരുകയും ചെയ്യുമായിരുന്നു. ഒരു ഗൗരവമേറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. കാരണം ഇപ്പോ പരിശുദ്ധ റമളാനാണ്. പരിശുദ്ധ റമളാൻ അത് രാത്രി കാലങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തുകൾക്ക് കൂടുതൽ ഇറങ്ങി മുറിയേണ്ടുന്ന സന്ദർഭമാണ്. ഇനി അവസാന 10 ഒക്കെ ആകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അരയുടുപ്പ് ഒന്ന് മുറുക്കി കൊടുത്ത്, അഥവാ ഭാര്യമാരിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന്റെ ഭവനത്തിൽ രാത്രികാലങ്ങളൊക്കെ അമിതമായി ചെലവഴിച്ചുകൊണ്ട് രാവും പകലും ഇബാദത്തുകൾക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ആവർത്തിച്ച് വന്ന് ആ ഖുർആൻ തെറ്റുകൾ തിരുത്തി അത് ആവർത്തിച്ച് പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുത്ത് പഠിപ്പിക്കുന്ന ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. 60 തവണ ഈ പരിശുദ്ധ റമളാനിൽ വിശുദ്ധ ഖുർആൻ ഓതി തീർത്തിരുന്നു. 60 തവണ. അത് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നതിന് പുറമെ ഒരു ദിവസം 2 തവണ പൂർണ്ണമായിട്ട് ഓതേണ്ടി വരും. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ മഹാന്മാരായിട്ടുള്ള ആളുകൾ അവരിതാ ഒരു റക്അത്തിന് കൊണ്ട് കൈകെട്ടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അൽബക്രയും ആലി ഇമ്രാനും നിസാറും മാഇദയും കഴിഞ്ഞ് അംഗബോധ് എത്തുന്ന സമയത്താണ് അവർ സുജൂദിലേക്ക് റുകൂഇലേക്ക് പോയെന്നുള്ളത്. അത്രമാത്രം വിശുദ്ധ ഖുർആൻ പാരായണം അത്ഭുതം തന്നെ. നമ്മളെ മക്കളും ഇപ്പൊ അങ്ങനെ ഓതും. ഹാഫിളീങ്ങളായിട്ടുള്ള മക്കൾ രാവിലെ 4 മണിക്ക് ഇങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവര് വൈകുന്നേരം മഗ്‌രിബാകുമ്പോഴേക്ക് അവർ ഖുർആൻ മുഴുവൻ ഹാഫിളുകൾ പൂർണ്ണമായിട്ടും അതേ നല്ല സ്വന്തമായിട്ട് അവരെ ഓതി കൊടുക്കും. ഉസ്താദുമാർക്ക് ഓതി കൊടുക്കുന്ന മക്കളുണ്ട്. ഇതൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ നടത്തുന്ന കാര്യം. അപ്പൊ അങ്ങനെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഈ ഖുർആനുമായിട്ട് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഖുർആനിന്റെ അക്ഷരങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ അതൊന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങാനോ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇമാം ഷാഫി റഹിമഹുല്ലാ തന്റെ ഉസ്താദിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശഖൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഔസാനി ഇലാ തർക്കിൽ മആസി ഫഅർശദനി അന്നൽ ഇൽമ നൂറുൻ നൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ചില ആളുകളെ അല്ലാഹുവിന് ആവശ്യമില്ല, ചില ആളുകളെ റബ്ബിന് ആവശ്യമില്ല. റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ ചിലരെ വേണ്ടേ വേണ്ട. കാരണം എന്താണ്? അവരുടെ ഹൃദയത്തിൽ മആസികൾ ഉണ്ടാകും. തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന തിന്മകളോടായിരിക്കും അവർക്ക് താല്പര്യം. അവർക്ക് അള്ളാഹുവിനോടോ റബ്ബിനോടോ ദീനിനോടോ അല്ല അവർക്ക് താല്പര്യം. അവർക്ക് തിന്മകളോട്, എന്റർടൈൻമെന്റുകളോട്, അങ്ങനെയുള്ള ആസ്വാദനങ്ങളോടാണ് താല്പര്യം. ഇത്തരം ആളുകൾ ഖുർആൻ എടുത്ത് ഇരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താവെന്ന് വെച്ചാൽ അത് ഉറങ്ങി വീഴും. അത് അവർക്ക് പഠിക്കാൻ പറ്റൂല, അതിലേക്ക് ഇറങ്ങാൻ പറ്റൂല. അതിന്റെ സദസ്സുകൾ അവർക്ക് അലോസരമായിരിക്കും. അതൊക്കെ അവരുടെ മആസികളാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാ ഇമാം മാലിക്കിനെ തന്റെ മുവത്ത പാരായണം ചെയ്ത് ഓതിക്കൊടുക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, മോനെ, നീ നിന്റെ ഈ കഴിവുണ്ടല്ലോ, ഈ ബുദ്ധിശക്തി നീ അത് നിലനിർത്തണം. നീ തിന്മകളെ നീ സൂക്ഷിക്കണം. തിന്മകൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അള്ളാഹു നല്ലതൊന്നും പിന്നെ ആ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയില്ല എന്നുള്ളതാണ്. നല്ലതൊന്നും പിന്നെ ആ ഹൃദയത്തിലേക്ക് നന്മക്കൊന്നും തോന്നില്ല. പിന്നെ വേണ്ടാത്തരത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തോന്നുള്ളൂ. ഒരു നല്ലൊരു കാര്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ ഭയങ്കര മാമൂലായിരിക്കും, കുറെ പ്രശ്നങ്ങളായിരിക്കും. അതേ സ്ഥാനത്ത് വേണ്ടാത്തൊരു കാര്യം നാട്ടിൽ നടക്കേണ്ട അതിനൊക്കെ മുമ്പത്തേൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഈ പരിശുദ്ധ റമദാൻ എന്നുള്ളത് നമ്മൾ നമസ്കാരങ്ങൾ കൊണ്ടും രാത്രി ഇബാദത്തുകൾ കൊണ്ടൊക്കെ സജീവമാക്കേണ്ട, പള്ളികളുമായിട്ടൊക്കെ സജീവമാക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുദുവ ഉലൈക ലഹും അദാബുൻ മുഹീൻ വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ വബശ്ശിറുഹു ബിഅദാബിൻ അലീം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തുകളാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, വിനോദമായ വർത്തമാനങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നവർ, വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റ്സുകൾക്ക് വേണ്ടിയിട്ട് വല്ലാതെ പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട്.
അല്ലെ? ഇനി ഒരു അദാബ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയും ചീനിമുക്കുന്നതായിരിക്കും ആ അദാബിന്റെ തുടക്കം. ഈ ചീനിമുക്കുന്നതായിരിക്കും അദാബിന്റെ തുടക്കം. എല്ലാ ലഹവുകളും രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണ്. നാട് മുഴുവനുള്ള എല്ലാ തോന്നിയാസവും ഇവിടെയാണ് അരങ്ങേറുന്നത്. ഇനി അതിൽ ഡ്രഗ്സ് ഇല്ലാന്നെന്താ ഉൾപ്പാണ്? ഒന്ന് കുടിച്ചിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ കുടിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം വരികയാണെങ്കിൽ അത് നമ്മൾ നാട്ടിൽ നിന്ന് തുടങ്ങും. ഒരാളും അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഒരു സിനിമ അതൊന്നും തിന്മയല്ലാന്ന് തോന്നുകയാണ്. അതൊന്നും നല്ലതാണ്, അതിലിപ്പോ എന്താ കുഴപ്പമെന്നാ? വിശ്വാസികളുടെ സ്വഭാവമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? വിശ്വാസികൾ ലഹവുകളിൽ നിന്ന്, വിനോദങ്ങളിൽ നിന്ന്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, ഒരു ഉപകാരമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരായിരിക്കും വിശ്വാസികൾ. വിജയിക്കുന്ന വിശ്വാസികളുടെ സ്വഭാവമായിട്ട് തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് തന്നെ ഈ രാത്രി കാലങ്ങളിൽ ഈ അങ്ങാടികൾ സജീവമാക്കുന്ന അള്ളാഹുവിന് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ അബാഉൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിന്റെ ഒരു നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ട നാട് സ്ഥലം എന്ന് പറയുന്നത് അസ്വാഖുകളാണ്, അങ്ങാടികളാണ്. ഈ അങ്ങാടികളിൽ ഈ രാത്രി കാലങ്ങളിൽ ഇനി അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് എന്താണ് ഈ റമദാന്റെ സന്ദേശമായിട്ട് മക്കൾക്ക് കൊടുക്കുന്നത്? നമ്മുടെ പിഞ്ചു മക്കൾക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? റമദാൻ എന്ന് പറഞ്ഞാൽ രാത്രി വൈബാക്കാനുള്ളതാണ്, അല്ലേ? രാത്രി അങ്ങ് അടിച്ചു പൊളിക്കാനുള്ളതാണ്, പകൽ മുഴുവൻ കിടന്നിറങ്ങാനുള്ളതാണ്, വൈകുന്നേരം ഗെയിം കളിക്കാനുള്ളതാണ്. അതാണോ റമദാന്റെ സന്ദേശം കൊടുക്കുന്നത്? എന്നിട്ട് ഏത് ജാതി കുട്ടികൾ അവിടെ വരുന്നത്? ഏത് കോലത്തിലാണ് വരുന്നത്? കാസിയാത്തുൻ, ആരിയാത്തുൻ, മാഇലാത്തുൻ, മുമീലാത്തുൻ, ലാ യജിദുന റായിഹത്തുൽ ജന്ന വ ഇന്ന, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശാത്ത, അതിന്റെ ഏഴകലത്ത് പോലും എത്താത്ത രൂപത്തിൽ വസ്ത്രം ധരിച്ച നഗ്നകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅതു തൽബസു റജുൽ. ഒരു പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാണ്. നിങ്ങൾ സൂക്ഷിക്കുക, ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഏതുവരെ എന്ന് വെച്ചാൽ ഈ ഒരു റിജാലൻ, ഒരു വിഭാഗം ആളുകൾ, ആണുങ്ങൾ, അവരിറങ്ങും ജൻസിലെ അബ്വാബൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ ഇറങ്ങും. അവരുടെ വാഹനങ്ങൾ ഒട്ടകക്കറ്റലുകൾ പോലെ, പല്ലക്കുകൾ പോലെയുള്ള നല്ല സ്മൂത്തുള്ള ഇരിപ്പിടങ്ങളുള്ള, നമ്മളെ കാറ് ആ സ്മൂത്തുള്ള ഇരിപ്പിടങ്ങളുള്ള പല്ലക്കുകൾ കണക്കെയുള്ള വാഹനങ്ങളിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളുടെ അടുക്കൽ വന്നു. അവരുടെ നിസാഹുന്ന, അവരുടെ സ്ത്രീകൾ അത് കാസിയാത്തുൻ നാരിയാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകളായിരിക്കും. അവരാടിക്കൊലയുന്നവരായിരിക്കും. അവരുടെ തലകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ കണക്കെയുണ്ടാകും. അവർ മൽഊനാത്തുൻ, അവർ ശപിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അവരെ ശപിക്കണം. അങ്ങനത്തെ ജാതികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശപിക്കണം എന്ന് അല്ലാഹു റസൂൽ പറയാണ്. ഏത് ഇവിടം വരെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചത് പോലെ ഉണ്ടാവും. ഏത് വസ്ത്രം യാതൊരു നിലക്കുള്ള, ഇതൊക്കെ നമ്മൾ തന്നെയാണല്ലോ വാങ്ങിയത്, കീറിയതും പറഞ്ഞതും പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്, അല്ലെ? ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് കീറിയിട്ട്, ആണുങ്ങൾ കീറുന്നതിനെക്കാട്ട് അങ്ങോട്ട് കീറിയിട്ട് സെലഫികളെക്കാട്ട് അങ്ങ് അപ്പുറം എത്തിയിട്ടുണ്ട് ആ വസ്ത്രത്തിന്റെ ഒക്കെ. എന്നിട്ട് ഈ ജീൻസ് ഇട്ട് ആ ഒരു ബനിയനൊട്ട് ഒരു ഷാളം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിറ്റിങ്ങളാണ് ഇവിടെ നാട് മുഴുവൻ രാത്രിയും പകലൊന്നും ഇല്ലാതെ ബൈക്കുമില്ല 2, 3 എണ്ണമൊക്കെ പെൺകുട്ടിയൊക്കെ ഒറ്റക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ആരില്ല ഇവിടെ നോക്കാനാണില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനിപ്പോ ഇവനെന്ത് വേറെ പൊട്ടൻ, ഇവരിതൊന്നും പറയാൻ വേറെ പണിയൊന്നുമില്ലേ? ഇത് വിമർശിക്കുന്ന ആളുകൾ, അതൊക്കെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ. എന്നിട്ട് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക്, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബീച്ചും പാർക്കുകളും ഒക്കെ സജീവം. രാത്രിയായി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഈ എന്റർടൈൻമെന്റുകൾ വില കൊടുത്തു വാങ്ങുന്നവർ, ആ ലഹവൽ ഹദീസിൽ മ്യൂസിക് എന്ന് പറഞ്ഞു ഒരു കാലഘട്ടം വരും, ആ അന്ത്യദിനം വരും. ആ അന്ത്യദിനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ ഹലാലാക്കും. ഈ പണ്ഡിതന്മാരെ തന്നെ, സമൂഹത്തിലുള്ള നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ തന്നെ പറയും, ഈ മ്യൂസിക്കിൽ എന്താ കുഴപ്പം? മദ്യത്തിൽ അതിനെന്താ കുഴപ്പം? പട്ട് അതിനെന്താ കുഴപ്പം? പാട്ടിനെന്താ കുഴപ്പം?
മ്യൂസിക്കിന് എന്താ കുഴപ്പം എന്ന് പറയുന്ന കൗമുണ്ടാവുന്ന അള്ളാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറയാം. ഏത് ഈ മഹാസിഫുകൾ, വാദ്യോപകരണ സംഗീതങ്ങൾ, മഹാസിഫു ഷെയ്ത്താൻ, പിശാചിന്റെ വാദ്യോപകരണങ്ങളും അതേപോലെ പട്ടും മദ്യവും വ്യഭിചാരവും ഒക്കെ ഹലാലാക്കുന്ന ഇതിപ്പോ കുട്ടികൾ അത് അവരുടെ കളി, അത് നമ്മൾ നോക്കണ്ട എന്ന് പറയുന്ന ഒരു ജനത വരും. ഈ സമൂഹം വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഒരു നാട്ടിൽ ഇറങ്ങാൻ കുറച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന സമയത്ത് അവർ അക്രമം കാരണം ഒന്ന് അവരിലുള്ള ശിർക്കാണ്, രണ്ടാമത്തത് അള്ളാഹുവിന്റെ പേരിൽ ബുഹ്താൻ, ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചോൻ തന്നെയാണ് മടവൂർ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള വർത്താനങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു റഹ്മാനു വലദ, അള്ളാഹു ഒരു സന്താനമുണ്ട് എന്ന് പറയുന്ന വാദങ്ങൾ, ഇതൊക്കെ ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ. അതോടൊപ്പം തന്നെ ആ സമൂഹത്തിൽ വ്യാപകമായിട്ട് മദ്യം വ്യാപകമായി കുടിപ്പിക്കപ്പെടുക, എല്ലാവരും മദ്യം കുടിക്കുന്ന ആളുകളായി മാറും. പിന്നെ അതിന് പുറമെ മഹാസിഫ് വാദ്യോപകരണ സംഗീതങ്ങൾ വ്യാപിക്കുക, വ്യഭിചാരം എന്നുള്ളത് പുറത്തേക്ക് വരിക, വ്യഭിചാരം അങ്ങനെ സാർവത്രികമായി തീരുക. ഇതൊക്കെ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഇതൊന്നും തിന്മയായിട്ട് തന്നെ നമുക്ക് തോന്നില്ല. ഇതിനിപ്പോ എന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം അല്ലെ? ഈ രാത്രി കാലങ്ങള് അള്ളാഹു രാത്രികളെ അള്ളാഹു നമുക്ക് ഉറങ്ങുന്നതിന് വേണ്ടി വിശ്രമത്തിനുള്ള സകലുകളാക്കി മാറ്റി. എന്നിട്ട് ആ രാത്രികളിൽ അവ ഉറങ്ങൂല, രാത്രി ഉറങ്ങുന്ന പരിപാടിയില്ല, എന്നിട്ട് പകല് ഉറങ്ങ, എന്നിട്ട് അതേ മനുഷ്യന്റെ ശരീരത്തിൽ ദോഷമുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും വരുത്തി വെക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇതിനൊക്കെ നമ്മളെ പേരക്കുട്ടികളും നമ്മളെ മക്കളും അതിൽ പോകുന്നതിലൊന്നും യാതൊരു പ്രശ്നവും കാണാത്തത്. ഇതൊക്കെ നാടിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് പള്ളിയിലാളുണ്ടാവില്ല, ഈ നിസ്കാരത്തിലാളുണ്ടാവില്ല. നമ്മളിവിടെ ഇറക്കിയിട്ട് മക്കൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ടാവും, കുട്ടികളെ കൊണ്ടാ പോകുന്നത്. നിർത്താൻ പറ്റിയിട്ടുണ്ട്. വടകര ഞാൻ താഴ്ത്തങ്ങാടിയിലാണ്, എല്ലാ വൈബുകളും ഉണ്ടാകുന്ന സ്ഥലമാണ്. ഒന്ന് ശക്തമായിട്ട് പള്ളി കമ്മിറ്റിക്കാരെല്ലാം കൊണ്ട് ഇറങ്ങി ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറക്കിയ സമയത്ത് ഇപ്രാവശ്യം ഒരു തുള്ളിക്കളിയില്ല, അവിടെ ഒരു തുള്ളിക്കളിയില്ല, ഒരു ഏർപ്പാടില്ല. അവിടെ മുമ്പുണ്ടായിരുന്ന കച്ചവടത്തിന് പുറമെ ഒരു കച്ചവടം അനുവദിച്ചിട്ടില്ല. ഈ റമദാനിനെ വ്യഭിചരിക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന ഈ സമൂഹത്തിൽ ഇതൊന്നും തിന്മയായിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ നമ്മളും ആ തിന്മയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ ഇവരിൽ നിന്ന് ആരംഭിക്കും എന്ന് പറയും. ഇവരവിടെ ഉണ്ടായിട്ടില്ല മുൻകർ, തിന്മ കണ്ടിട്ട് അതിനെ തിന്മയായിട്ട് തോന്നിയിട്ടില്ല എങ്കിൽ ഒരൊറ്റ 2-3 വിഷയം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പൊ ഒന്ന്, അതിലുള്ള ഈ ലഹവുകളോട്, എന്റർടൈൻമെന്റുകളോട്, ലഹുൽ ഹദീസിനോട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുകയും യാതൊരു വിവരവുമില്ലാതെ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കാം. നമ്മുടെ ആയത്ത് അവർക്ക് ഓതിക്കൊടുത്താൽ ഇതൊന്നും ഓതിക്കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ഏതോതിട്ട് കാര്യമില്ല. കാരണം അവർ അഹങ്കാരികളായിക്കൊണ്ട് പിന്തിരിഞ്ഞ് കളയും. അവർക്ക് നീ അറിയിക്കുക, വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ട് എന്ന് നീ അവർക്ക് താക്കീത് നൽകിയേക്കുക. പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് രണ്ടാമതായിട്ട് പറയുന്നത്, അള്ളാഹു നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണല്ലോ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. ഈ പ്രാർത്ഥനയൊക്കെ അള്ളാഹു നമ്മൾ ഇന്ന് സ്വീകരിക്കോ? ഈ തിന്മകളുടെ കൂട്ടത്തിൽ 5 മിനിറ്റോട് പറഞ്ഞു നിർത്താം. ഈ തിന്മകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ അള്ളാഹു ചോദിക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും പറയും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, എത്രയായി, ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നതിനെ കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. ഒന്ന്, നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ തകാസുറുകളാണ്. അൽഹാഖു മുത്തകാസുർ എന്ന് പറയുന്ന, നമ്മൾ പെരുമ നടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ പെരുമ നടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ടായിട്ടല്ല, ഇപ്പൊ ഇങ്ങനെ ഐഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഐഫോൺ വാങ്ങാനുള്ള യോഗ്യത, കഴിവ്, അതിനുള്ള സാമ്പത്തിക ശേഷി എന്റെ അടുത്ത് ഉണ്ടായിട്ടാണോ ഞാനത് ഉപയോഗിക്കുന്നത്? ഈ റോഡിൽ ഇത്ര തിരക്കുള്ളതൊന്നും ഉണ്ടാകും. ഈ 10-15 ലക്ഷം കൊടുത്തിട്ട് അല്ലെങ്കിൽ 5-8 ലക്ഷം കൊടുത്തിട്ട് വാഹനം വാങ്ങാൻ കഴിവുള്ളവർ വാങ്ങിയിട്ടാണോ തിരക്കുള്ളത് ഈ കുത്തും പ്രശ്നം ഉണ്ടാകുന്നത്? അല്ലേ? ആണോ? ഇത് ഇവിടെ എല്ലാ നമ്മളൊക്കെ നമുക്ക് യോഗ്യതയില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് യോഗ്യതയില്ലാത്ത സംഗതികളാണ്. ഇപ്പൊ 10,000 ഫോൺ വാങ്ങാനായിട്ട് ഇപ്പൊ എനിക്ക് കഴിവുണ്ടാവും,
ഞാൻ വാങ്ങുന്ന 50,000-ലാണെങ്കിൽ ഞാനിത് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ തക്കാഫറാണ്, പെരുമതടിക്കലാണ്. അല്ലെ, 2 ലക്ഷത്തിന്റെ ഒരു സെക്കൻഡ് കാറ് വാങ്ങാൻ എനിക്ക് കഴിവുണ്ടാവുക. നമ്മൾ 18 ലക്ഷത്തിന്റെ കാറ് വാങ്ങും, എങ്ങനെ എടുക്കും? അടവുകൾക്ക് എടുക്കും. എന്നിട്ട് പറയും EMI ആണ്, അടവില്ല, മറ്റതില്ല, ലോണില്ല എന്നില്ല. എന്നാൽ അത് തെറ്റിയോക്കട്ടെ, അതൊന്ന് അടവ് തെറ്റിയോക്കട്ടെ, എന്നപ്പോ പോകല്ലോ. അപ്പൊ അത് മാത്രമല്ല കൊള്ള ലാഭമാണ്. 8,000-ന് കിട്ടുന്ന സാധനം 10,000-ന് കടക്കാർ കൊടുത്ത് 15,000-ലാണ് ബജാജ് പക്ക് തരുന്നത്. എന്നിട്ട് അതിങ്ങനെ അടച്ചു തീർത്തിട്ട് അതിനിടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പലിശ കൊടുക്കണം. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കാതെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അതിന്റെ എന്താണ്? പലിശക്ക് കാത്തിപുക, പലിശക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന, ആ പലിശക്ക് നമ്മൾ എഴുതി കൊടുക്കുന്ന എഴുത്തിൽ സാക്ഷികളായി മാറുക. ഇതൊക്കെ ഈ ഹറാമുകളാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മൊബൈൽ മുതല്, വാഹനം മുതല്, പെണ്ണുങ്ങൾക്ക് വാങ്ങിക്കൊടുത്തതും, പിന്നെ ഇങ്ങനെ വീട്ടിന്റെ അടിയാധാരം മുതൽ മുകളിൽ അവസാനം വെച്ചിട്ടുള്ള AC വരെ, വീട്ടിലേക്ക് എന്തൊരു ഉപകരണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിനോട് അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം, അള്ളാഹു റസൂൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന് പൊടിപിടിപ്പിക്കാൻ വിചാരിക്കുന്നത്. എന്നിട്ട് പറയും ദാരിദ്ര്യാണ്. ഒരു കാലത്ത് നമ്മളൊന്നും തിരക്കേറൂല, ഒരു ബിസിനസ് നടക്കൂല, ഒക്കെ പലിശാധിഷ്ഠിതമാണ്. നമ്മുടെ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ആ മക്കളെ കൊണ്ട് എന്ത് ഉപകാരം കിട്ടുക? ഒരു ഉപകാരം കിട്ടൂല. അങ്ങനെ നമ്മൾ നശിച്ച് ആരടുത്തും ഒന്നും ഇല്ലാതായി പോവാണ്. എന്നാൽ യുറബിസ്വതക്കാത്ത് ദാനധർമ്മങ്ങൾ എന്നുള്ളത് നമ്മൾ അതിനെങ്ങനെ ഇല്ല എന്ന് പറയുകയും ചെയ്യും. ദാനധർമ്മം യഹ്യ ഇബ്നു സക്കരിയ പിന്നെ അലൈഹിസ്സലാം പറയാണ്, ഈ ദാനധർമ്മം എന്ന് പറഞ്ഞാല് ഒരു ശത്രു വന്ന്, ഒരു പിന്നെ കൊള്ളക്കാരൻ വന്ന് നമ്മളെ കൊണ്ട് പിടിച്ച് എടുക്കട, ആയുധം ചൂട്ടിട്ട് പറയാണ് എടുക്കട, അതിന്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മള് ആ പിന്നെ ആ ജീവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉള്ളത് എടുക്കാണ്ട് കൊടുക്കും. ഇതുപോലെയാണ് ഈ ദാനധർമ്മം എന്ന് പറഞ്ഞാൽ. ഉണ്ടായിട്ട് ചോദിക്കുന്നില്ല, ഉള്ളത് എടുക്കാണ്ട് കൊടുക്കലാണ്. പടച്ചവർ അതിന് പകരം നൽകും. നമ്മളുടെ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ഒരു തെങ്ങിന്റെ മുകളിൽ തേങ്ങ പോലും ഇല്ലാണ്ടായി പോയിട്ടുള്ളത് ഈ പലിശാധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ബർക്കത്തുകളും, തഖ്വയില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത ജീവിതത്തിന്റെ ബലമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ ഇത്തരത്തിലുള്ള ഹറാമുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ, ഈ പലിശകളിൽ നിന്ന് മുക്തമാകാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ, നമുക്ക് ഇനിയും അള്ളാഹുവിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഇറങ്ങുകയില്ല. എല്ലാ തിന്മകളെയും ഹലാലാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് തിന്മകളെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ സഹാബത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നത് തിന്മകളെ കുറിച്ചായിരുന്നു. സബബുൽ മൂബിക്കായിട്ട് 4 തരത്തിലുള്ള തിന്മകൾ. ഒന്ന് ഹദിയാത്തുകളാണ്, നമ്മൾ അറിയാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തിന്മകളാണ്. രണ്ടാമത്തെ സയ്യാത്ത്, അല്പമൊക്കെ ബോധപൂർവം ചെയ്യുന്ന, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടോ മനസ്സിലാക്കാത്തതുകൊണ്ടോ ചെയ്തു പോകുന്ന തിന്മകളാണ്. മൂന്നാമത്തത് കബായിറുകളായിട്ടുള്ള പാപങ്ങളാണ്. നാലാമത്തത് മൂബിക്കാത്താണ്. നമ്മളൊക്കെ പോയി ഈ പലിശ എന്ന് പറയുന്നത് മൂബിക്കാത്തുകൾപ്പെട്ട, സബബുൽ മൂബിക്കാത്തിൽപ്പെട്ട മഹാപാപങ്ങളുടെ കൂടെ അതിനു പുറമെ ഇപ്പൊ തല്ലിക്കൊല്ലല് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെ ഒന്ന് വീട്ടിൽ അടക്കി ഇരുത്താൻ നമുക്ക് അറിയണം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എടുത്തിട്ട് അങ്ങാടി കൂടെ തെണ്ടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരു നാടിനെ തന്നെ നശിപ്പിക്കും. ഒരു വീട്ടിൽ ഒരു പെണ്ണ് അവർ വീട്ടിന്റെ അകത്തുണ്ടായിരിക്കുന്ന സമയത്താണ് ആ വീടിന് എല്ലാ റഹ്മത്തുകളും ഇറങ്ങുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു പെണ്ണ് ഇങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എല്ലാത്തിനും സ്ത്രീകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതികൾ അത് നാശത്തിലേക്ക് മാത്രമാണ്, ദാരിദ്ര്യത്തിലേക്ക് മാത്രമാണ് അത് പോവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗൗരവകരമായ വിഷയമാണ്. വസ്ത്രധാരണത്തിന്റെ രംഗത്തൊക്കെ ഇന്ന് ഒരു കുത്തഴിഞ്ഞ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും, ഇതൊക്കെ ഒരു തെറ്റാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ തിന്മകൾക്കെതിരെ നമ്മളൊന്ന് ശക്തമായി ഇടപെടലുകൾ നടക്കണം. ഇബാദത്തുകൾക്ക് വേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹലോകത്തും പരലോകത്തും വിജയം കരസ്ഥമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം
إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.